السلام عليكم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه. സൂറത്തുൽ മുംതഹിനയിലെ 4-ാമത്തെ വചനമാണ് നമ്മൾ ഓതിയിട്ടുള്ളത്. ഇതിൽ ആദ്യമായി നമുക്ക് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. قد كانت لكم أسوة حسنة في إبراهيم والذين معه إذ قالوا لقومهم إنا براء منكم ومما تعبدون من دون الله كفرنا بكم وبدا بيننا وبينكم العداوة والبغضاء أبدا حتى تؤمنوا بالله وحده إلا قول إبراهيم لأبيه لأستغفرن لك وما أملك لك من الله من شيء ربنا عليك توكلنا وإليك أنبنا وإليك المصير. ഈ വചനത്തിൽ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ഖൽഖലത്തിൻ്റെ ഹർഫുകളാണ്. ഖദ് എന്ന പദത്തിലെ ദാല്, ആവർത്തിച്ചു വരുന്ന ഇബ്രാഹിം എന്ന പദം, അതുപോലെ വീണ്ടും അനബന എന്ന് ആയത്തിൻ്റെ അന്ത്യത്തിൽ അവസാനമായി അനബന, ഈ പദങ്ങളിലൊക്കെ വരുന്ന സുക്കൂൻ നൽകപ്പെട്ട ദാല്, ബ, ഇതൊക്കെ വ്യക്തമാക്കി ഖൽഖലത്തോടുകൂടി ഉച്ചരിക്കേണ്ടതാണ്, ശ്രദ്ധിക്കുക. പിന്നെ ഈ വചനത്തിൽ സാക്കിനായ മീമുകൾ ഇൽഹാർ ഷഫവി നൽകേണ്ടത് ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ മീം എഴുതപ്പെട്ടത് എല്ലാം ഇൽഹാറിൻ്റേതാണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്, മണിക്കാതെ വെളിവാക്കണം. ലക്കും ഉസ്വ ലിഖൗമിഹിം ഇന്ന മിൻകും വമിമ്മ, അവിടെ വാവിന് മുമ്പിലാകുമ്പോൾ സൂക്ഷ്മതയോടുകൂടി ഇൽഹാർ ചെയ്യണം. ബിക്കും വബദ, ഇത്തരം സാക്കിന മീമുകൾ. അതുപോലെ അംലിക്കു എന്ന ഒറ്റപ്പദം, വമാ അംലിക്കു, അവിടെയും സാക്കിന മീമുണ്ട്. ഇതൊക്കെയും ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. പിന്നീട് ഫീ ഇബ്രാഹിം മഅഹു ഇദ് ഖാലു, വീണ്ടും വഹ്ദഹു ഇല്ല വമാ അംലിക്കു. ഈ ദീർഘങ്ങളൊക്കെയും മദ് മുൻഫസിൽ ജായിസായ ദീർഘമാണ്, അല്ലെങ്കിൽ അതിൻ്റെ വിധി നൽകപ്പെടുന്ന മദ്ദുസ്സിലത്തിൽ കുബ്ര എന്ന ദീർഘങ്ങളുമുണ്ട്. എല്ലാം തന്നെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അവിടെ നിർബന്ധമില്ല, ഒഴിവാക്കുകയും ചെയ്യാവുന്നതാണ്. എന്നാൽ ബുറാഉ വൽ ബഗ്ദാഉ, ഈ ദീർഘങ്ങൾ മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘങ്ങളാണ്. നിർബന്ധമായും അതിനെ ദീർഘിപ്പിച്ചു കൊള്ളണം, ഒറ്റപ്പദത്തിൽ വന്നതായതുകൊണ്ട്. അപ്പോൾ ആവശ്യമാണെങ്കിൽ മുൻഫസിൽ ഒഴിവാക്കിക്കൊണ്ട് ദീർഘിപ്പിക്കുകയും ചെയ്യാം എന്നാണ് സൂചിപ്പിച്ചത്. പിന്നെ ഉസ്വത്തുൻ ഹസന, ഉസ്വത്തുൻ എന്ന തൻവീൻ മണിക്കാതെ ഇൽഹാർ ചെയ്ത് വെളിവാക്കണം. എന്നാൽ ഹസനത്തുൻ ഫി ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കണം. ഇന്ന ഷദ് നൽകപ്പെട്ട നൂനിനെ മണിക്കണം, ഇന്ന. അതുപോലെ വമിമ്മ ഷദ് നൽകപ്പെട്ട മീമ്. വീണ്ടും ലഅസ്തഗ്ഫിറന്ന താഴെ വരുന്നുണ്ട്. ഇത്തരം ഷദ് നൽകപ്പെട്ട നൂനും മീമും മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. മിൻകും സാക്കിന നൂൻ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കണം. വീണ്ടും മിൻ ദൂനില്ല ഇഖ്ഫാ ചെയ്ത് മണിക്കുക.
അബദൻ ഹത്ത ഇൽഹാർ ഹൽക്കി മണിക്കാതെ വെളിവാക്കണം. മീ ഷെയ് അവിടെയും ഇഖ്ഫ ചെയ്ത് അവ്യക്തമാക്കി മണിക്കുക. ഷെയ് ഇൻ എന്നിടത്ത് വഖഫ് ചെയ്യുമ്പോൾ നീട്ടിക്കൊണ്ട് വഖഫ് ചെയ്യാം. മദ് ആരിദാണ്. മീ ഷെയ് അവിടെ 2 4 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിച്ച് ഖസ്റോ തവസ്സുത്തോ ഇഷ്ബാഴോ നൽകാവുന്നതാണ്. ആരിദിന് 3 വജ്ഹുണ്ട്, 3 രീതിയുണ്ട്. അതിലേതെങ്കിലും ഒന്ന് സ്വീകരിക്കാം ദീർഘത്തിൻ്റെ വിഷയത്തിൽ. മീൻ ഷെയ് ഷെയ് എന്ന് 2 ഹറക്കത്തിൻ്റെ അളവിൽ മീൻ ഷെയ്. അതുപോലെ മീൻ ഷെയ് അല്ലെങ്കിൽ മീൻ ഷെയ് എന്ന് 6 ഹറക്കത്തിൻ്റെ അളവിലും ദീർഘം നൽകാം. മസീർ എന്ന പദത്തിലെ സ്വാദ് കുറഞ്ഞ തഫ്ഖീം മാത്രം കൊടുത്തുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്, ശ്രദ്ധിക്കണം. നമുക്ക് മുൻഫസിലും സില കുബ്രയും ഒഴിവാക്കിക്കൊണ്ട് ഓതി നോക്കാം. അതായത് ജായിസായ ദീർഘങ്ങൾ, അനുവദനീയമായ ദീർഘങ്ങൾ ഒഴിവാക്കിയും ഓതാം. قد كانت لكم أسوة حسنة في إبراهيم والذين معه إذ قالوا لقومهم إنا براء منكم ومما تعبدون من دون الله كفرنا بكم وبدا بيننا وبينكم العداوة والبغضاء أبدا حتى تؤمنوا بالله وحده إلا قول إبراهيم لأبيه لأستغفرن لك وما أملك لك من الله من شيء ربنا عليك توكلنا وإليك أنبنا وإليك المصير.